الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കണ എന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി അളവറ്റ പ്രതിഫലമാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. ആ പ്രതിഫലം കൊതിച്ചുകൊണ്ട് അവനിലേക്ക് ധാരാളമായി അടുക്കുന്നതിന് നമ്മളെല്ലാവരും ശ്രമിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും വിശ്വാസി സമൂഹം റബ്ബിലേക്ക് ഏറെ അടുക്കുന്ന സമയം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് അള്ളാഹു ഏറെ അനുഗ്രഹങ്ങൾ നിറച്ചു വെച്ച റമദാൻ മാസത്തിലാണ് എന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടായിരുന്നു. ആ ചിട്ട ഇതര മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലായിരുന്നു. റബ്ബിൻ്റെ അനുഗ്രഹം കൊതിച്ചുകൊണ്ട് അവനിലേക്ക് ധാരാളമായി അവൻ്റെ കലാം പാരായണം ചെയ്തുകൊണ്ടും അവൻ്റെ മുന്നിൽ ധാരാളമായി സാഷ്ടാംഗം വീണുകൊണ്ടും അടുക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ മത്സരിക്കുകയായിരുന്നു. ആ മത്സരം പക്ഷേ ആളുകളുടെ മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയല്ലായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ താല്പര്യം കാണിച്ചതും ജാഗ്രത കാണിച്ചതും റബ്ബിൻ്റെ ഇഷ്ടവും പ്രീതിയും ഏറെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് റമദാൻ മാസത്തിൽ നമ്മെ ഏറെ ശക്തരാക്കിയത്. എന്തേ റമദാൻ മാസത്തിൽ നമ്മെ ഇങ്ങനെ റബ്ബിലേക്ക് ധാരാളമായി അടുക്കുന്നതിന് പ്രേരിപ്പിച്ച ഘടകം എന്ന് ചോദിച്ചാൽ സുവിശേഷമായി നാം ശ്രദ്ധിച്ച ആ കാര്യം തന്നെ. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു നമുക്ക് തുറന്നു തരും, നരകത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു കൊട്ടിയടക്കും. ഈ ഒരു പ്രയോഗം കേട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും റമദാനിനെ വരവേറ്റത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ സ്വർഗീയ പ്രവേശനം സാധ്യമാകുന്നതിന് ഏറെ അവസരമാണ് റമദാനിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നാം. അങ്ങനെ അതിനു വേണ്ടി ധാരാളമായി അധ്വാനിക്കുകയും അവനിലേക്ക് ധാരാളമായി സാമീപ്യം കൊതിക്കുകയും ചെയ്തുകൊണ്ട് അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തി. നമുക്കെല്ലാവർക്കും അറിയാം, റമദാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തത് നരകമോചനമാണ്, സ്വർഗീയ പ്രവേശനവുമാണ്. അതേ സംബന്ധിച്ചുള്ള അനേകം വചനങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ്. ഇന്ന ലില്ലാഹി തആല ഉതഖാഉൻ ഫീ കുല്ലി യൗമിൻ വലൈല. എല്ലാ രാപ്പകലുകളിലും അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന അടിമകളുണ്ട്. വൈന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈല ദഅവ മുസ്തജാബ.
എല്ലാ രാപ്പകലുകളിലും മനുഷ്യർക്ക് അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളുണ്ട്, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങളിലാണ്. ഇതറിഞ്ഞ നമുക്കൊക്കെ ഒരു ബോധ്യമുണ്ട്, അത് നരകത്തിൽ നിന്ന് മോചനം സാധ്യമാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുക എളുപ്പവുമാണ്. ആ എളുപ്പം റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിന് അവകാശികളായി തീരുന്നതിന് സഹായിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ആത്മാർത്ഥതയോടുകൂടിയുള്ള അവനിൽ ഉറച്ച വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ഗദ അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തൻ്റെ അരികിലൂടെ പോകുന്ന സമയത്ത് ഫഖാൽ പറഞ്ഞു, ലൻ യുവാഫിഅ അബ്ദുൻ യൗമൽ ഖിയാമ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യൻബഗി ബിഹി വജ്ഹുല്ലാഹ് ഇല്ലാ ഹറമല്ലാഹു അലൈഹി നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആ രൂപത്തിൽ പ്രഖ്യാപിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആൾക്ക് അവർക്ക് നരകം നിഷിദ്ധമാണ്. നമുക്കറിയാം, അള്ളാഹുവിനെ കൃത്യമായി അറിഞ്ഞുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത് എന്ന് നിരന്തരമായി പഠിപ്പിക്കപ്പെടുന്നവരാണ് നാം. അവനെ കൃത്യമായി ഉൾക്കൊള്ളുകയും അവൻ്റെ ഏകത്വത്തെ കൃത്യമായി പ്രഖ്യാപിക്കുകയും അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ജനതയുടെ ഭാഗമാണ് നാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കേൾക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള കൊതി നമ്മിൽ കൂടുകയാണ്. എന്നാൽ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പരാമർശിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. വിശുദ്ധ ഖുർആനാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരുടെ മുമ്പിൽ പറയപ്പെട്ട് കഴിഞ്ഞാൽ അവർ അഹന്തയോടുകൂടി തിരിഞ്ഞു നടക്കുമെന്ന്. നമ്മൾ അങ്ങനെയല്ല. കാരണം നമുക്കറിയാം, വിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾ, സ്വർഗം കൊതിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമാകുന്ന ആദ്യത്തെ കാര്യം കറകളഞ്ഞ വിശ്വാസമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ കാര്യത്തിൽ വീഴ്ച വരുത്താതെയാണ് നമ്മുടെ ജീവിതം. അതിൽ വീഴ്ച വരുന്ന പ്രവണതകൾ, പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണങ്ങൾക്ക് നാം വിധേയരാകും. ഇവരെ സംബന്ധിച്ച് വീണ്ടും പറയുന്നു, വയഖൂലൂൻ അഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. ബുദ്ധിയില്ലാത്ത ഭ്രാന്തനായ ഒരു കവിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം സ്വീകരിച്ച് പോന്ന ഞങ്ങളുടെ ആരാധ്യരെ ഞങ്ങൾ ഉപേക്ഷിക്കുക, അത് സാധ്യമാണോ എന്ന്, ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്ന്. അഥവാ റബ്ബിനെ സംബന്ധിച്ച് കൃത്യമായ വാക്കുകളും വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ അവക്ക് പൂർണ്ണമായി കാതുകൊടുക്കുകയും അവനിൽ പൂർണ്ണമായ വിശ്വാസം ഉൾക്കൊള്ളുകയും അവൻ മാത്രമാണ് ആരാധ്യനെന്ന് അടിയുറച്ച പ്രഖ്യാപനം ഉണ്ടാകുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികൾക്ക് സ്വർഗപ്രവേശനത്തിന് അവസരമൊരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. നിങ്ങളിങ്ങനെ ആരാധിക്കുന്ന ആരാധ്യരെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളും നിങ്ങളുടെ പൂർവീകരായ പിതാക്കളും അള്ളാഹുവിന് പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവയെല്ലാം എനിക്ക് ശത്രുക്കളാണ്. അള്ളാഹു ഒഴികെ ആരാധനയ്ക്കർഹൻ, പ്രാർത്ഥനകൾക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന പ്രഖ്യാപനമാണ് ഏറ്റവും പ്രധാനം. ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. തുടർന്ന് അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ് ആരാധനക്കർഹൻ. അതോടൊപ്പം ഫഹുവ യഹ്ദീൻ, അവനാണ് എനിക്ക് ശരിയായ പാന്താവ് കാണിച്ചു നൽകിയത്. സന്മാർഗത്തിന്റെ പാത എനിക്ക് കാണിച്ചു തന്നത് അല്ലാഹുവാണ്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ,
എനിക്ക് അന്നം നൽകുന്നതും എന്നെ കുടിപ്പിക്കുന്നതും അല്ലാഹുവാണ്. വഇദാ മരിഅതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വരുമ്പോൾ എനിക്ക് ശിഫ നൽകുന്നതും അല്ലാഹുവാണ്. ഈ ഒരു പ്രയോഗത്തിലൂടെ അല്ലാഹുവിനെ നാം തിരിച്ചറിയുകയാണ്. ഇതിന് എതിരായുള്ള വിശ്വാസങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുവെങ്കിൽ ആ ആളുകൾ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു പരീക്ഷണത്തിനാണ് വിധേയരാകാൻ പോകുന്നത്. കാരണം റബ്ബിൻ്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവൻ്റെ ഏകത്വത്തെ കൃത്യമായി ഉൾക്കൊള്ളേണ്ടുന്നതിന് പകരം അതിൽ പങ്കു ചേർത്തുകൊണ്ട് വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾ അവർ അറിയണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവനിൽ പങ്കു ചേർക്കുക എന്നുള്ളതും അവൻ സഹായിക്കുന്ന പോലെ സഹായിക്കുന്ന ആളുകളുണ്ടെന്ന് വിശ്വസിക്കുന്നതും അവൻ അർപ്പിക്കേണ്ടുന്ന നേർച്ചകളും വഴിപാടുകളും അത് അവന് മാത്രമേ പാടുള്ളൂ എന്നും കൃത്യമായി അറിയുന്നതിലൂടെയാണ് സ്വർഗീയ പ്രവേശനത്തിൻ്റെ ആദ്യപടി വിശ്വാസികൾ നേടിയെടുക്കുന്നത്. നാം വിശുദ്ധ റമളാനിൽ അല്ലാഹുവിനെ അറിഞ്ഞു, അള്ളാഹുവിനെ കൃത്യമായി ഉൾക്കൊണ്ടു, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അവനിൽ മാത്രം നമ്മുടെ ജീവിതം സമർപ്പിച്ചു. എന്നാൽ പല ഇടങ്ങളിൽ നിന്നായി പല രൂപത്തിൽ റബ്ബിൽ പങ്കു ചേർക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും നാം കാണുകയുണ്ടായി. ആ കാഴ്ചകളിൽ നാം സങ്കടം പറയുകയും അത് തെറ്റാണ് എന്ന് നിരന്തരമായി അവരെ കേൾപ്പിക്കുകയും അവർക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. റബ്ബിൽ ശിർക്ക് വെച്ച് പുലർത്തുന്ന സാഹചര്യം ഏതൊരാളിലുണ്ടായാലും അവർക്ക് അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുകയും ഇത് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമായ സ്വർഗീയ പ്രവേശനത്തിൽ നിന്ന് നമുക്ക് തടസ്സമായി തീരുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. അതാണ് വിശ്വാസികൾ ചെയ്യുന്നത്. കൃത്യമായി റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് നാം ജീവിച്ചു, അവൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് നാം ജീവിച്ചു, അവൻ്റെ അനുഗ്രഹങ്ങൾ കൊതിയോടുകൂടി ആഗ്രഹിക്കുന്നതോടൊപ്പം അവൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് നാം ജീവിച്ചു. രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ റമദാനിൽ നാം ഏറെ താല്പര്യത്തോടുകൂടി അനുവർത്തിച്ചു പോന്ന കാര്യം തന്നെയാണ് നമസ്കാരം. ആ നമസ്കാരത്തെ സംബന്ധിച്ച് റബീഅ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം കേൾക്കുന്നതിന് മുമ്പ് സഹാബ അവർ എത്ര കണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ആഗ്രഹിച്ചിരുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ ജീവിതത്തിൽ എത്ര വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സഹാബത്തിന് വലിയ ഇഷ്ടമായിരുന്നു തിരുനബിയുടെ കൂടെ നടക്കാൻ, തിരുനബിയോടൊപ്പം സമയം ചിലവഴിക്കാൻ, തിരുനബിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു നൽകാൻ, ചെറുത് മുതൽ വലുത് വരെ സാധ്യമാകുന്ന ഏത് സഹായവും അല്ലാഹുവിൻ്റെ പ്രവാചകന് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണമെന്ന് കൊതിയോടെ ആഗ്രഹിക്കുകയും ആ ആഗ്രഹം പൂവണിയുന്നതിന് അവസരം നോക്കി നടക്കുകയും ചെയ്തിരുന്ന സഹാബ ഇതുപോലെ അവസരം നോക്കിയിരിക്കുകയായിരുന്നു റബീഅ റളിയല്ലാഹു അൻഹുവിന് അവസരം കിട്ടി. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുകയാണ്. നമുക്ക് ആ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കാം. കുന്തു അബീതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തിരുനബിയോടൊപ്പം രാത്രി കഴിച്ചു കൂട്ടുകയായിരുന്നു. ആ സമയം അല്ലാഹുവിൻ്റെ പ്രവാചകന് വുദൂ എടുക്കുന്നതിനാവശ്യമായ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. ഫഖാലലി, അല്ലാഹുവിൻ്റെ റസൂൽ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സൽ, വേണ്ടത് ചോദിച്ചോ റബീഅ. ഫഖുൽതു, അന്നേരം ഞാൻ ചോദിച്ചു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിതമാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, പ്രവാചകരെ അങ്ങനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞുവല്ലോ, ഞാനിതാ ചോദിക്കുകയാണ്. എനിക്ക് നാളെ സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സാമീപ്യമാണ് വേണ്ടത്. മുറാഫഖതുക ഫിൽ ജന്ന, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, പ്രവാചകരെ നിങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക, സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാൻ സാധിക്കുക, അതാണ് എനിക്ക് നിങ്ങൾ നൽകേണ്ടുന്ന വരം എന്ന് റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅയോട് തിരിച്ചൊരു കാര്യം ചോദിക്കുന്നു. ഗൈറ ദാലിക്, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ റബീഅ? ഇതല്ലാതെ ഐഹികമായ കാര്യവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ, വല്ലതും ചോദിക്കാനുണ്ടോ റബീഅ? റബീഅ റളിയല്ലാഹു അൻഹു ഈ ചോദ്യം
ആവർത്തിച്ചു, പ്രവാചകരെ, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗീയ പ്രവേശനമാണ് വേണ്ടത്. അതുണ്ട്, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്, സ്വർഗീയ പ്രവേശനമാണ് എനിക്ക് വേണ്ടത് എന്ന് ആവർത്തിച്ച് റബിയ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. ഫഅന്നി അലാ നഫ്സിക് ബികദറത്തി സുജൂദ്. അതിന് റബിയയോട് അല്ലാഹുവിൻ്റെ റസൂൽ നൽകുന്ന മറുപടി, ഫഅന്നി അലാ നഫ്സിക്, എന്നെ സഹായിക്കണം, ബികദറത്തി സുജൂദ്, സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട്, നമസ്കാരം അധികരിപ്പിച്ചുകൊണ്ട് എന്ന് ഇതേ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. നരകാവകാശികളോടൊരു ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ നാം പാരായണം ചെയ്യുന്ന വചനങ്ങളാണ്. മാ സലകകും ഫീ സഖർ, എന്താണ് ഈ ആളിക്കത്തുന്ന നരകാഗ്നിയിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായത്? അതിനൊന്നാമതായി അവർ പറയുന്ന മറുപടി, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളായിരുന്നില്ല എന്ന് നരകത്തിൽ കഴിയുന്ന ആളുകൾ മറുപടി പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഭാഗമായി നാം ശ്രദ്ധിച്ചതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം, അതാണ് ഏറ്റവും പ്രധാനം. ആ ഇസ്ലാമിൻ്റെ സ്പൈനൽ കോഡ്, നട്ടല് എന്ന്, നെടുതൂണ് എന്ന് പറയാവുന്നത് നമസ്കാരമാണ്. നമസ്കാരത്തിൽ വീഴ്ച വരുത്തുക എന്നുള്ളത് നമുക്ക് പാടില്ലാത്തതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറയുന്ന കാര്യമുണ്ട്. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിശ്വാസി ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം മിൻ അമലിഹി, അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, സലാത്തുഹു, അവന്റെ നമസ്കാരമാണ്. വിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾ വീഴ്ച വരുത്താതെ നമസ്കാരം നിർവഹിക്കുന്നവരാണ്. റമദാനിൽ നാം അത് ഏറെ താല്പര്യത്തോടുകൂടി ജാഗ്രതയോടുകൂടി നിർവഹിക്കുകയുണ്ടായി. വീഴ്ച വരുത്താതെ റബ്ബിന്റെ മുമ്പിൽ റുകൂഇലും സുജൂദിലുമായി നാം കഴിഞ്ഞു. അതിനുശേഷവും അത് ജീവിതത്തിന്റെ ഭാഗമായി അത്ര തന്നെ ഉഷാറോടുകൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നുവെങ്കിൽ അവർ എല്ലാ അർത്ഥത്തിലും പരാജയം സംഭവിച്ചവരാണ് എന്ന് ഇതേ തുടർന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം ഏറെ ഗൗരവമുള്ളതാണ് എന്ന് നമുക്കറിയാം. അത് കൃത്യമായി നിർവഹിക്കുന്ന സന്ദർഭം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം റമദാൻ മാസം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ആളുകൾ ഏറെ പ്രതീക്ഷയോടുകൂടി റബ്ബിലേക്ക് കരമുയർത്തുന്ന ആ മാസം ഏറെ ഉത്തരം അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിക്കുമെന്ന് നാം ഉറപ്പിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അത് പഠിപ്പിക്കുന്നതും. നിർബന്ധ നമസ്കാരങ്ങളിൽ യാതൊരു വീഴ്ചയും വരാതെ നാം അത് ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കുമ്പോൾ യാതൊരു പരാജയവും നമുക്ക് സംഭവിക്കുകയില്ല എന്ന് തിരിച്ചറിയുകയാണ്. സ്വർഗീയ പ്രവേശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായി നാം കേൾക്കുന്നത് അല്ലാഹുവിൻ്റെ ഏകത്വത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ മാത്രം സുജൂദിലാണ്ട് അവൻ നിർദ്ദേശിച്ച ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്നുള്ള ഒരു അധ്യാപനമുണ്ട്. നാം അത് കേൾക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദ്ധരണിയിലൂടെയാണ്. അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു സഹാബി പള്ളിയിൽ പ്രവേശിച്ചു. ഖല്ലാദ് ഇബ്നു റാഫി എന്നാണ് പേര്. അദ്ദേഹം പള്ളിയിൽ പ്രവേശിച്ചു, നമസ്കരിക്കുകയാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടി ചേർത്ത് കേൾക്കുകയാണ്. ഏറ്റവും നന്നായി നമസ്കരിക്കണമെന്ന് നിരന്തരമായി ഉപദേശിക്കപ്പെടുന്നവരാണ് നാം. തുമഈനത്തോടുകൂടി, ശാന്തതയോടുകൂടി, ഭവ്യതയോടുകൂടി റബ്ബിനോടുള്ള മുനാജാത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നാം നമസ്കരിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കയറിയപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സഹോദരനുമുണ്ട്, ഖല്ലാദ് റളിയല്ലാഹു അൻഹുവുമുണ്ട്. അദ്ദേഹം നമസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് തിരുനബിയുടെ സന്നിധിയിൽ വന്നു, സലാം പറഞ്ഞു. സലാം മടക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇർജിഅ ഫസല്ലി, പോയി ഒന്നുകൂടി നമസ്കരിക്ക്. നേരത്തെ നമസ്കരിച്ചത് കണ്ടതാ, പോരാ, പോയി നമസ്കരിക്ക്. രണ്ടാമതും നിർവഹിച്ചു. ഇതേ മറുപടി തിരുനബിയുടെ ഭാഗത്ത് നിന്ന് വന്നു. മൂന്നാമതും ഇങ്ങനെ ഒരു നമസ്കാരം നിർവഹിച്ച് അദ്ദേഹം നബിയുടെ സന്നിധിയിൽ വന്ന് കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്ന കാര്യം പോയി നമസ്കരിക്കണം എന്നാണ്. അന്നേരം പറഞ്ഞ മറുപടിയുണ്ട്. ഇദ്ദേഹം പറയുന്നത് വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അഹ്സിന ഗൈറ, ഇതിനേക്കാൾ നന്നായി ഞാൻ എങ്ങനെ നമസ്കരിക്കുമെന്ന ഒരു സംശയം ഉന്നയിക്കുകയാണ്. ഫഅല്ലിംനി, പ്രവാചകരെ
എങ്ങനെയാണ് ഞാൻ നമസ്കരിക്കേണ്ടത് എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നാലും. ഫഖാൽ, അന്നേരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, നമസ്കാരത്തിൽ കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി എല്ലാ അർത്ഥത്തിലും തുമഇനീനത്ത് ഉണ്ടായിക്കൊണ്ട് വേണം, ശാന്തതയോടെ ഭവ്യതയോടെ വേണം റബ്ബിൻ്റെ മുമ്പിൽ റുക്കൂഇലാവാൻ, സുജൂദിലാവാൻ എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം ഏറെ ശ്രദ്ധിക്കുന്നതാണ്. ആ നമസ്കാരങ്ങളിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ റമദാൻ മാസത്തിൽ നാം പള്ളികളിൽ സജീവമായിരുന്നു, ജമാഅത്ത് നമസ്കാരങ്ങളിൽ സജീവമായിരുന്നു, സമയം വളരെ താല്പര്യത്തോടുകൂടി നാം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം നാം അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആ വീഴ്ചകളായിരിക്കണം റമദാനിന് ശേഷം റമദാനിലുള്ള അനുഗ്രഹങ്ങൾ, സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്നു എന്നും നരക കവാടങ്ങൾ അടക്കപ്പെടുന്നു എന്നും പറയുന്നതിൽ നിന്ന് നാം തടയപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമസ്കാരം സമയത്ത് നിർവഹിക്കുക എന്നുള്ളത്. ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയേയില്ല. നമസ്കാരം, സലാത്തുൽ ഫജ്റും അതുപോലെ തന്നെ സലാത്തുൽ അസ്റും, സുബ്ഹി നമസ്കാരവും അസ്ർ നമസ്കാരവും അത് കൃത്യമായി നിർവഹിക്കുന്ന ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മോടുള്ള വാക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ റമദാൻ മാസത്തിൽ നാം താല്പര്യത്തോടുകൂടി നമ്മുടെ ആരാധനാകർമ്മങ്ങളിൽ ജാഗ്രത കാണിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ വരുന്നുണ്ട് എങ്കിൽ നാം തന്നെയാണ് നമ്മുടെ നരകത്തെ തയ്യാറാക്കുന്നത്, അതിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുന്നത് എന്ന് ഇതിലൂടെ നാം തിരിച്ചറിയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായി കേട്ടോ എന്ന ചോദ്യമുണ്ട്. ഫഖാല ലഹു റജുലുൻ മിൻ അഹ്ലിൽ ബസ്റ, ബസ്റക്കാരനായ ഒരാൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഉമാറത്ത് ബിനു റുവൈബയോടാണ് ചോദ്യം. അൻത സമിഅത ഹാദാ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇങ്ങനെ കേട്ടോ? അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, ഖാല നഅം, അതെ ഞാൻ കേട്ടിട്ടുണ്ട്, മാത്രമല്ല വഅനാ അശ്ഹദു അന്നീ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ഇത് വളരെ കൃത്യമായി കേട്ടിരിക്കുന്നു എന്ന് സാക്ഷ്യം പറയുകയും ചെയ്യുന്നു. സമിഅതുഹു ഉദ്നായ, എൻ്റെ ഈ ഇരു കാതുകൾ കൊണ്ട് ഞാനത് കേട്ടു എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവമുള്ള സന്ദർഭങ്ങളാണ്. ജമാഅത്ത് നമസ്കാരം, സമയത്തിനുള്ള നമസ്കാരം, അത് കൃത്യമായി നിർവഹിക്കുക നമ്മുടെ സ്വർഗീയ പ്രവേശനം എളുപ്പമാക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ മഹദി പഠിപ്പിക്കുകയാണ്, റകഅത്തുൽ ഫജ്ർ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. നാം സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ജമാഅത്തിന് വരുന്നതിൻ്റെ ആ ഒരു സമയം ഒരല്പം മുമ്പ് വരുന്നു പള്ളിയിൽ, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നു. ആ നമസ്കാരത്തെ സംബന്ധിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നു, റകഅത്തുൽ ഫജ്ർ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവിലെ സകല അനുഗ്രഹങ്ങളെക്കാൾ ശ്രേഷ്ഠമായതാണ് ആ 2 റക്അത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഐച്ഛികവും നിർബന്ധവുമായ നമസ്കാരങ്ങളിൽ താല്പര്യം കാണിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുക എന്നുള്ളതാണ് സ്വർഗീയ പ്രവേശനം നമുക്ക് എളുപ്പമാക്കുന്നത്. അതാണ് റമദാനിൽ ഏറെ ആളുകൾ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതും സ്വർഗീയാവകാശികളായി അവർ മാറുന്നതും എന്ന് ആ പ്രയോഗങ്ങളിലൂടെ നാം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിലക്കുകളും വിധികളും കൃത്യമായി അറിഞ്ഞും ജീവിതത്തിൽ പകർത്തിയും ജീവിതം ചിട്ടപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അയ്യുഹൽ ഇബാദ് ഊസീകും ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗീയ പ്രവേശനം സാധ്യമാകുന്നതിന് വിശ്വാസികൾക്ക് അവസരങ്ങളെമ്പാടും റമദാനിൽ ഉണ്ട്. ആ മാസം കഴിഞ്ഞതിന് ശേഷം ആ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ്
റബ്ബിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയായി ബാക്കിയാവുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്ന കാര്യം, അള്ളാഹു ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളുടെ തോത് എത്രയാണ് എന്ന് നമുക്കറിയില്ല. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ. അള്ളാഹു ആളുകളുടെ കൺകുളിർമയുണ്ടാക്കുമാറ്, അവർക്ക് ആനന്ദം പകരുമാറ് തയ്യാറാക്കി വെച്ച, ഗോപ്യമാക്കി വെച്ച ആ അനുഗ്രഹങ്ങളെ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് അവർക്ക് ലഭിക്കാനുള്ള പ്രതിഫലം നമുക്ക് കാണാൻ കഴിയില്ല, നമുക്കത് ആലോചിക്കുക സാധ്യമല്ല. അത്ര കണ്ട് ഉന്നതമായ പ്രതിഫലമാണ് അത് എന്ന് അല്ലാഹു നമ്മെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുകയും അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് പേടിയോടുകൂടി അതിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വിശ്വാസികൾക്കുണ്ട് എന്ന് പറയുന്ന വചനം. തതജാഫ ജുനൂബുഹും അനിൽ മദാജി, നമുക്കറിയുന്ന വചനം. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആ വചനത്തിന്റെ തൊട്ടു താഴെയായി അല്ലാഹു പറയുന്നത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നാം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് അനുഭവിക്കാനുള്ള പ്രതിഫലം അത് അല്ലാഹു ഗോപ്യമാക്കി വെച്ചതാണ്. അതെത്രയാണ് എന്ന് ആലോചിക്കുക നമുക്ക് സാധ്യമല്ല, ഒരാൾക്കും അത് അറിയുകയുമില്ല. ഇങ്ങനെ ആ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശനം എളുപ്പമായിരുന്നു റമദാനിൽ. എന്തുകൊണ്ട്? നമ്മൾ അത്ര കണ്ട് കൊതിയോട് റബ്ബിലേക്ക് അടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. നമ്മൾ അത്ര കണ്ട് താല്പര്യത്തോട് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും റുക്കൂഇലാവുകയും ചെയ്തു. അവൻ്റെ മുമ്പിൽ നമ്മുടെ നയനങ്ങൾ കണ്ണുനീർ വാർത്തു. അവൻ്റെ മുമ്പിൽ പ്രതീക്ഷകളുടെ കരങ്ങൾ ഉയർന്നു. അവനോട് നിരന്തരമായി പ്രാർത്ഥനകൾ നടത്തി. രക്ഷ വേണം നാഥ, നരകത്തിൽ നിന്നുള്ള മോചനം വേണം റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന വിശ്വാസികളുടെ കൂടെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ എന്ന പ്രാർത്ഥനകൾ ഉണ്ടായി. അവിടെ നാം നബിവചനം കേൾക്കുകയാണ്, ലാ യലിജുൻ നാറ റജുലുൻ, ഒരു ആളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ബകാ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന ആളുകൾ, കണ്ണുനീർ പൊഴിക്കുന്ന ആളുകൾ, റബ്ബിനെ ഓർത്തുകൊണ്ട്, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്ത്, പടച്ചവനെ നിന്റെ ഇഷ്ടം അത് ഞാൻ പരിഗണിക്കുന്നുണ്ടോ ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്ന് ആലോചിച്ചുകൊണ്ട്, പടച്ചവനെ നിന്റെ ശിക്ഷക്ക് ഒരു കാരണവശാലും ഞാൻ വിധേയനാകരുത് എന്ന പ്രതീക്ഷയോടുകൂടി ആ ശിക്ഷയെ സംബന്ധിച്ചുള്ള ബോധവും ഭയവും ജീവിതത്തിൽ ആലോചിച്ചുകൊണ്ട്, അങ്ങനെ നിരന്തരമായി റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട്, ശുക്ർ കാണിച്ചുകൊണ്ട്, അതിൽ നാം ഏതെങ്കിലും രീതിയിൽ അവൻ വെറുക്കുന്ന രീതിയിലുള്ള, അവനെ ധിക്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ആലോചിച്ച് കണ്ണുനീർ വാർക്കണം. ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്, റബ്ബിനെ പേടിച്ചുകൊണ്ട് കരയുന്ന ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദൽ ലബനു ഫിദ്ദർ, കറന്നെടുത്ത പാൽ അകിടിലേക്ക് തിരിച്ചു ചെല്ലില്ലല്ലോ, അതുപോലെ റബ്ബിനെ ഓർത്തുകൊണ്ട്, സ്വാഭാവികമായി ഈ ഒരു പ്രയോഗത്തെ നാം തിരിച്ചറിയണം. റബ്ബിനെ ഓർത്ത് കരയുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നതിന് വേണ്ടി ഏറെ താല്പര്യം കാണിക്കുന്നവരായിരിക്കും. അതിലൊരു വീഴ്ചയും വരാതെ ജീവിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. വീഴ്ച വരുമ്പോൾ റബ്ബിനോട് മാപ്പിരക്കുന്നവരായിരിക്കും. ഖാലിദ് ഇബ്നു മൈദാൻ റളിയല്ലാഹു അൻഹു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്, ഇന്നദ്ദംഅത ലതുത്ഫിഉൽ ബഹൂറ മിനൻ നീറാൻ, ആ ഏത് എത്ര തന്നെ ആളിക്കത്തുന്ന തീയാണെങ്കിലും ശരി, ആ കടലോളം വരുന്ന തീയെ അടക്കാൻ കണ്ണുനീരിന് സാധിക്കുമെന്നാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ റബ്ബിന് അനിഷ്ടകരമായി ഉണ്ടാകുന്നു എങ്കിൽ ആ അനിഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാകത്തിൽ റബ്ബിൻ്റെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് കണ്ണുനീർ വാർത്താൽ ആ കണ്ണുനീർ തുള്ളികളെ കൊണ്ട് ആ തീജ്വാലകൾ അണയ്ക്കപ്പെടും. ഏതെങ്കിലും ഒരു മനുഷ്യൻ
അങ്ങനെ കണ്ണുനീർ പൊഴിച്ചു കഴിഞ്ഞാൽ, അവന്റെ കവിളിലൂടെ ആ കണ്ണുനീർ തുള്ളികൾ ചാരിട്ടാൽ അവൻ ഒരിക്കലും നരകം കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ കണ്ണുനീർ വാർക്കുന്നത് അവന്റെ മനസ്സും ശരീരവും പൂർണ്ണമായി റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന കൊതിയുണ്ടാകുമ്പോഴാണ്. അവന്റെ ശരീരം, അവന്റെ ആലോചനകൾ, അവന്റെ ചിന്തകൾ പൂർണ്ണമായി റബ്ബിന് വിധേയപ്പെട്ടായിക്കൊണ്ടിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നേ കണ്ണുനീർ തുള്ളികളായി റബ്ബിനെ ഓർക്കുമ്പോൾ കവിളിലൂടെ ഒഴുകുകയുള്ളൂ എന്ന് ഇദ്ദേഹം നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം അറിയുന്നത്, ഉൾക്കൊള്ളുന്നത് സ്വർഗപ്രവേശനം എന്നും സാധ്യമാണ്. റമദാനിലെ അവസരങ്ങൾ നാം ഏറെ ഉപയോഗപ്പെടുത്തി. സ്വാഭാവികമാണ്, റമദാൻ ഏറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിന്ന മാസമാണ്. അതങ്ങനെ തന്നെയാണ് അല്ലാഹു സംവിധാനിച്ചത്. അടിമകൾക്ക് വേണ്ടി അങ്ങനെയുള്ള സുവിശേഷമാണ് പ്രഖ്യാപിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ അമലുകൾ അധികരിപ്പിച്ച മാസമായിരുന്നു അത്. എന്നാൽ അതിനുശേഷവും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയും ബോധവുമുള്ള ആളുകളായി ജീവിക്കുക എന്നുള്ള പ്രയോഗമാണ് നിങ്ങൾ റമദാനികളാകരുത്, നിങ്ങൾ റബ്ബാനികളാകണമെന്ന പ്രയോഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. റബ്ബിന് ഏതെങ്കിലും ഒരു പ്രത്യേക സീസണിൽ മാത്രം മെമ്പർഷിപ്പ് എടുത്ത് പ്രവേശിക്കുന്ന ഒരു ക്ലബ്ബ് പോലെ റമദാൻ ക്ലബ്ബ് എന്ന ഒരവസ്ഥയുണ്ടാകാതെ, മനുഷ്യനാണ്, റബ്ബിന്റെ അടിമയാണ്. സ്വാഭാവികമായി ജീവിതത്തിലുടനീളം അവനെ അനുസരിച്ച് അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം അതായിരിക്കണം എൻ്റേത് എന്ന് തീർച്ചപ്പെടുത്താൻ റമദാൻ കഴിഞ്ഞ് തൊട്ടു വെള്ളിയാഴ്ച, ഈദുൽ ഫിത്ർ ആഘോഷിച്ച തൊട്ടു വെള്ളിയാഴ്ച നമ്മുടെ ചിന്തയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണം. പള്ളികളിൽ നാം സജീവമാകണം. സാധ്യമാകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ അമലു സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കണം, വീഴ്ച വരുത്താതിരിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യം കൂടി പറയാം. അല്ലാഹുവിനെ ഇഷ്ടം, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി മാ അദ്വം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി മാ അദ്വം. സ്ഥായിയായി നിൽക്കുന്ന അമലുകൾ അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സുഹൃതം സ്ഥിരമായി ചെയ്യുക. അഗതികൾക്ക്, അനാഥകൾക്ക് ധർമ്മമായി, ആരാധനകളിൽ തന്നെ റവാത്തിബുൻ നവാഫിലുമായി വരുന്ന ഒരുപാട് കാര്യങ്ങൾ, സുഹൃതങ്ങൾ അധികരിപ്പിക്കുക, സ്ഥിരമായി ചെയ്യാൻ കഴിയുന്നതിന് പ്രാധാന്യം നൽകുക. ഇത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്ന് പഠിപ്പിക്കുന്നത് അവനെ ഏറെ ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കൊതിയുണ്ടാകുമ്പോഴാണ് ധർമ്മം ജീവിതത്തിൽ പതിവാക്കുന്നത്. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, രോഗി സന്ദർശനങ്ങളിൽ, ഇങ്ങനെ എല്ലാ മേഖലയിലും എന്തെങ്കിലും ഒന്ന് സ്ഥിരമായി എൻ്റെ ഒരു പ്രവർത്തനം അല്ലാഹുവിൻ്റെ പ്രതിഫലം, അല്ലാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ടാകണമെന്ന ഒരു തീർച്ച. ആ തീർച്ചയാണ് ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ, പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് സ്ഥായിയായ റബ്ബുമായുള്ള ഒരു ബന്ധം നിലനിർത്തുക സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഉടഞ്ഞു പോകും, നേടിയെടുത്ത സുഹൃത്തുക്കൾ തകർന്നു പോകും, റമളാനിൽ ആർജിച്ചെടുത്ത ഓജസ് ഇല്ലാതെയായി പോകും, ഈമാനികമായ ആവേശം കുറഞ്ഞു പോകും. നിലനിർത്തുന്നതിന് വേണ്ടി സലഫുകൾ സ്വീകരിച്ചത്, അവർ റമളാനിനെ ഏറെ ഉപയോഗിച്ചു. ശേഷം റമളാനിൽ നേടിയെടുത്ത ആ ചൈതന്യം കൊണ്ട്, അതിൻ്റെ ഒരു ഊർജം കൊണ്ട് തുടർന്നുള്ള കാലയളവിൽ ആവേശത്തോടുകൂടി സാധ്യമാകുന്ന അമലുകളിൽ സജീവമായി ജീവിച്ച അവർ നമുക്ക് പാഠമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഗുണപാഠങ്ങൾ പകരുന്നതാണ്. അറിയാനും പഠിക്കാനും അവസരങ്ങളെമ്പാടും അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാനവകുലത്തിന് ബാക്കിയായിട്ടുണ്ട്. അറിയുന്നതിനും പഠിക്കുന്നതിനും ശ്രമിക്കുക. റബ്ബ് നമ്മുടെ അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളും അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിലാകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകൾ പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. നാം അനുഷ്ഠിച്ച വ്രതം, നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി പാരായണം ചെയ്തു തീർത്ത വിശുദ്ധ ഖുർആൻ, ഇവയെല്ലാം നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് സാക്ഷികളായി വരേണ്ടതാണ്. ആ സാക്ഷികളായി അവ നമുക്ക് റബ്ബിനോട് സ്വർഗത്തെ നൽകണമെന്ന് പറയുന്നതിന് ഭാഗ്യം ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ അമലുകളൊക്കെ റബ്ബ് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം, അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരോടൊപ്പം പ്രവേശിക്കുവാൻ
തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من حطب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.